ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബനാന വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സ്വീറ്റാണ്. നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നാൽ വളരെ സിമ്പിളുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ശരിക്കും വളരെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. എന്നാൽ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ബേക്ക് ചെയ്യണ്ട, നമുക്ക് ഫ്രൈ ചെയ്യണ്ട, ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. വാ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സി എടുക്കുകയാണ്. മിക്സിയിലോട്ട് നമുക്ക് ഇതിൽ 2 ചേരുവ വേണ്ടിയെന്ന് പറഞ്ഞുള്ളൂ. ഞാൻ അതിൽ ആദ്യത്തെ ചേരുവയാണ് ബിസ്ക്കറ്റ് മതി. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റോ അല്ല എന്ത്. ഞാനിപ്പോൾ മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ പൊടിച്ചിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. നല്ല ഫ്ലേവറബിളായിട്ടുള്ള നല്ല ബിസ്ക്കറ്റ് എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുക്കുന്നത് ശരിക്കും പഴമാണ് എടുക്കുന്നത്. ഞാനൊരു 2 പഴമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. റോബസ്റ്റ എടുക്കാം, പൂവമ്പഴം. ഞാനിപ്പോൾ പൂവമ്പഴമാണ് എടുക്കുന്നത്. കാരണം പൂവമ്പഴത്തിന് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അത് പൂവമ്പഴം എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതാണ് ഞാൻ പൂവമ്പഴമാണ് എടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത പൂവമ്പഴമാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ എളുപ്പമാണ്. ഞാൻ നല്ല പഴുത്ത 2 പൂവമ്പഴമാണ് എടുത്തേക്കുന്നത്. എന്നിട്ടത് നമുക്ക് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. അത് ശരിക്കും നല്ല സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് വെറും സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഉണ്ടല്ലോ, പൊടിച്ചെടുത്തത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കുറച്ച് അതിൽ മിക്സിയിൽ പറ്റിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ, മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബട്ടറും ഈ ബിസ്ക്കറ്റിൻ്റെ പൗഡറുടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി നമുക്ക് നന്നായിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ബട്ടറാണ് എടുത്തത്. ഇതൊരു പ്രത്യേക ടേസ്റ്റല്ല ബട്ടർ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്താലും. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിട്ട് നേരത്തെ നമ്മൾ ഉടച്ച് വെച്ച പഴമില്ലേ, ആ പഴം നമുക്കൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കുക. നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ പഴം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റും ബട്ടറും കൂടെ മിക്സ് ചെയ്ത പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പഴവും ആ പൗഡറും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നല്ലൊരു ഡഫ് പോലെ അതായത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. എന്ത് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. പഴവും ബിസ്ക്കറ്റും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റ് സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ മരുന്നൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു അളവിന് കിട്ടുന്നൊരു ഡപ്പയില്ലേ, അതിനകത്തോട്ട് ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് ശരിക്കും ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ റൗണ്ട് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ബോക്സിനകത്തോട്ട് ഇട്ട് കൊടുത്ത അടുപ്പിൽ. എന്നിട്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് ടാപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഫില്ലാവാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനത് ജസ്റ്റ്
കയ്യിലോട്ട് തന്നെ കുടഞ്ഞിടുകയാണ്. നടുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങ് വരും. ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് സൈഡൊക്കെ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ അടപ്പിൻ്റെ ഒരു ഷേപ്പ് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിങ്ങനെ ഓരോന്നും നമുക്കൊരു 4-5 പീസ് ഇങ്ങനെ ഈ ഒരു ഡഫിന് ഇത്രയും 4-5 പീസേ കിട്ടത്തുള്ളൂ. നമുക്കിതിൽ കൂടുതൽ വേണമെങ്കിൽ പഴവും അതിനനുസരിച്ച് കൂട്ടുക, ബിസ്ക്കറ്റും അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാം. ഇതാ നമ്മുടെ ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു 4-5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു കൊക്കോ പൗഡർ എടുക്കുകയാണ്. കൊക്കോ പൗഡറിനകത്തോട്ട് ഇത് ഡിപ്പ് ചെയ്യാൻ പോവാണ്. അന്നേരം നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് കൊക്കോ പൗഡർ എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ബ്രാൻഡഡിൻ്റെ എടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കയ്പ്പ് ഫീൽ ചെയ്യും. നല്ല ബ്രാൻഡഡിൻ്റെ ആകുമ്പോൾ അത് അത്ര അറിയില്ല. നല്ല ടേസ്റ്റാണ് ഈ കൊക്കോ പൗഡറും പഴവും ബിസ്ക്കറ്റും ആ മൂന്നിൻ്റെയും കൂടെ ഫ്ലേവർ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും അഭിപ്രായം പറയണേ. നമ്മളത് ഡിപ്പ് ചെയ്യുകയാണ് കൊക്കോ പൗഡറിൽ. അങ്ങനെ ഓരോന്നും നമ്മളെടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ കവർ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഒരു കറുത്ത ഒരു ബോൾ പോലെ നല്ല രസമല്ലേ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ അങ്ങനെ 6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനും. എന്നിട്ട് അതിലേക്ക് ഞാൻ മാങ്ങ ഉണ്ടല്ലോ, പഴുത്ത മാങ്ങ, അത് ഞാൻ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അതുകൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ശരിക്കും വളരെ സിമ്പിളല്ലേ ഇതുണ്ടാക്കാൻ. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ്സ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.